വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് നമ്മൾ വേറൊരു റെസിപ്പി വീഡിയോ ആയിട്ടാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, നമ്മൾ സെല്ല് ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റിൽ ഒന്നാണ് ന്യൂട്രിമിക്സ് എന്നുള്ളത്. അപ്പോൾ ന്യൂട്രിമിക്സ് എല്ലാവരും എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ്, ന്യൂട്രിമിക്സിനെ കുറിച്ചുള്ള ഡിഫറെൻറ്റ് റെസിപ്പീസ് പറഞ്ഞുതരാൻ വേണ്ടിയിട്ട്. അപ്പം ഞാനും ഇങ്ങനെ ട്രൈ ചെയ്യാണ്. അപ്പം നിങ്ങൾ ട്രൈ ചെയ്ത് ഇഷ്ടപ്പെട്ട റെസിപ്പീസൊക്കെ എനിക്കും ഷെയർ ചെയ്ത് തരാം. അപ്പം ഞാനത് പേജിൽ ഷെയർ ചെയ്താൽ എല്ലാവർക്കും അത് യൂസ്ഫുൾ ആവും. അപ്പോൾ ഇന്ന് നമ്മൾ ഈ ന്യൂട്രിമിക്സ് വെച്ചിട്ട് ഒരു റെസിപ്പിയാണ് ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇതൊരു പോറിഡ്ജ് റെസിപ്പിയാണ്, കുറുക്ക് പോലെ. ആക്ച്വലി നിങ്ങൾക്ക് ഈ ന്യൂട്രിമിക്സ് ഉപയോഗിച്ചിട്ട് കുറുക്ക് മാത്രമല്ല കേട്ടോ, ഒരുപാട് തരത്തിലുള്ള ഫുഡുകൾ ഉണ്ടാക്കാം. ദോശയോ പാൻ കേക്ക്സോ അങ്ങനെയൊക്കെ ഞാൻ മറ്റു വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ പലതരം റെസിപ്പീസ് ഇത് വെച്ചിട്ട് ട്രൈ ചെയ്യാം. അപ്പം ഇന്ന് നമുക്ക് എന്തായാലും ഒരു പോറിഡ്ജ്, ഒരു കുറുക്ക് പോലത്തെ ഒരു സാധനം ഇത് ന്യൂട്രിമിക്സ് വെച്ചിട്ട് ചെയ്തു നോക്കാം. പിന്നെ മാത്രമല്ല, ഇത് ന്യൂട്രിമിക്സ് വെച്ചിട്ടല്ല, നിങ്ങൾക്ക് സ്പ്രൗട്ടഡ് റാഗി പൗഡർ വെച്ചിട്ടും ഈ സെയിം റെസിപ്പി ചെയ്യാം. നല്ല ടേസ്റ്റാണ്. ഞാൻ ഒരു റാഗി ഒട്ടും കഴിക്കാൻ ഇഷ്ടമില്ലാത്ത ഒരാളാണ് ഞാൻ. പക്ഷെ എനിക്ക് ആകെ ഞാൻ ജെയ്ക്ക് ഉണ്ടാക്കുമ്പോൾ റാഗി ടേസ്റ്റ് ചെയ്ത് നോക്കുന്നത് ഈ ഒരു ഇത് വെച്ചിട്ട് ചെയ്യുമ്പോൾ മാത്രമാണ്. അപ്പം പക്ഷേ എന്നിട്ട് ഈ സെയിം റെസിപ്പി ഞാൻ ഈ ന്യൂട്രിമിക്സ് വെച്ച് ചെയ്തപ്പം കുറച്ചും കൂടെ ഭയങ്കര ടേസ്റ്റി ആയിട്ട് തോന്നി. അപ്പോൾ എന്തായാലും ഇന്ന് നമുക്ക് ഈ റെസിപ്പി ഒന്ന് കണ്ടിട്ട് വരാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞാൽ ന്യൂട്രിമിക്സ് വേണം. പിന്നെ സ്ട്രോബെറി വെച്ചിട്ടുള്ള ന്യൂട്രിമിക്സ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത്. അപ്പം ഓഫ് കോഴ്സ് സ്ട്രോബെറി വേണം. ഇതൊരു 2 സ്ട്രോബെറി ഞാൻ സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഞാൻ ജെയ്ക്ക് നിങ്ങൾക്ക് അറിയുമായിരിക്കും, ഞാൻ ഷുഗേഴ്സ് ഒന്നും ആഡ് ചെയ്യാറില്ല. ഇപ്പം ഇതിലൊരു എന്തായാലും ഈ സ്ട്രോബെറിക്ക് ഒരു പുളിപ്പ് ഉണ്ടാവും. അപ്പോൾ ആ പുളിപ്പ് ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഡേറ്റ്സ് ആണ് ഉപയോഗിക്കുന്നത്. ഇത് 2 ഡേറ്റ്സ് ഞാൻ ഡീസീഡ് ചെയ്ത് വെച്ചതാണ്. ഇത് ആക്ച്വലി നല്ല സോഫ്റ്റ് ഡേറ്റ്സ് ആണ്, അതുകൊണ്ട് ഇത് സോക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. നിങ്ങൾ എടുക്കുന്നത് കുറച്ചൊരു ഹാർഡ് ആയിട്ടുള്ള ഡേറ്റ്സ് ആണെങ്കിൽ കുറച്ച് നേരം ഒന്ന് ചൂടുവെള്ളത്തിലിട്ട് സോക്ക് ചെയ്താൽ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. പിന്നെ ബാക്കി ഓരോ ഇൻഗ്രീഡിയൻസ് ഞാൻ കുക്ക് ചെയ്യുമ്പോൾ കാണിക്കാം. അപ്പോൾ ആദ്യം നമ്മൾ പാൻ ചൂടായതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഇത്തിരി ഗീ ആണ് ഒഴിക്കുന്നത്. നിങ്ങൾക്ക് ഗീയോ ബട്ടറോ അങ്ങനെ എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു ഇത്തിരി ഗീ ആണ് ആഡ് ചെയ്യുന്നത്. ഇനി അതൊന്ന് ചൂടായി വന്നോട്ടെ. ഇപ്പൊ ഇത് നല്ലോണം ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ഈ സ്ലൈസ് ചെയ്ത് വെച്ച സ്ട്രോബെറിയും ഡേറ്റ്സും ഇടാം. എന്നിട്ട് ഇതിങ്ങനെ ഒന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് ചൂടായി ഇത് നല്ല ഒരു എന്താ പറയുക, ഒരു പ്യൂരേ പോലെയാവും. പ്യൂരേ അല്ല, ഒരു തിക്ക് കൺസിസ്റ്റൻസിയിൽ ഇതിങ്ങനെ നല്ലോണം കുക്കായിട്ട് വരും. അപ്പോൾ അതിന് കുറച്ചൊരു 3 to 5 minutes, ഒരു 3 minutes ഒക്കെ വേണ്ടി വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് നമുക്ക് ന്യൂട്രിമിക്സ് ഒന്ന് ജസ്റ്റ് മിക്സ് ചെയ്ത് വെക്കാം. അപ്പോൾ ഒരു ബൗളിലേക്ക് ഞാൻ ഒരു 8 ടേബിൾ സ്പൂൺ ന്യൂട്രിമിക്സ് ആണ് എടുക്കുന്നത്. പിന്നെ ഒരു കുറച്ചും കൂടെ, ഏകദേശം ഈ ഒരു അളവാണ് ജെയ് ഇത് കഴിക്കാറ്. അപ്പം നിങ്ങളുടെ ബേബി എത്രയാണോ കഴിക്കുന്നത് അതിനനുസരിച്ച് എടുത്താൽ മതി. ഇപ്പം ഞാൻ ഇത്രയാണ് എടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഇത് നമ്മൾ എന്തിനാ ചെയ്യുന്നതെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ പാനിലേക്ക് പൊടി ആഡ് ചെയ്താൽ ചിലപ്പം ഇടയ്ക്ക് ഇങ്ങനെ ലംസ് ഉണ്ടാവും. അപ്പം ലംസ് ഇല്ലാതെ നല്ലൊരു കൺസിസ്റ്റൻസിയിലുള്ളൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത്. നമ്മളെ പണി കുറച്ചുകൂടി എളുപ്പമാവും. മറ്റേത് തീയിൽ വെച്ചിട്ട് ഇങ്ങനെ നമ്മൾ ചെയ്യുമ്പം ചിലപ്പം ഇതാകെ പണി കിട്ടും. അപ്പം ഞാൻ എപ്പോഴും ഇത് ഇങ്ങനെയാണ് ചെയ്യാറ്. നിങ്ങൾ എങ്ങനെയാണോ ചെയ്യാറ്, ഡയറക്റ്റ് മറ്റേ പാനിലേക്ക് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ എന്തായാലും ഇങ്ങനെയാണ് ചെയ്യല്. ഇപ്പൊ ഇതാ നല്ലൊരു ലംസ് ഒന്നും ഇല്ലാതെ നല്ലൊരു ബാറ്റർ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇതിന് നമുക്ക് ഡയറക്റ്റ് ഈ പാനിലേക്ക് ഒഴിക്കാം. ഇത് ഒഴിച്ചു. ഇനി ആക്ച്വലി നമുക്ക് ഈ പെട്ടെന്ന് ഇളക്കി കൊടുക്കണം. കുറച്ചും കൂടെ നല്ലോണം വെള്ളം വേണം, കുക്കാവാനുള്ള വെള്ളം വേണം. ലോ ഫ്ലെയിമിലാണ് ഇത് മൊത്തം ചെയ്യേണ്ടത്. ഈ പൊടി നല്ലോണം ഒന്ന് കുക്കാവട്ടെ. ഇതിങ്ങനെ ഒന്ന് തിളച്ച് വരുമ്പം നമുക്കിതിലേക്ക് ഒരു സ്പൂൺ നട്ട്സ് പൗഡർ, ഞാനൊരു 1.5 സ്പൂൺ നട്ട്സ് പൗഡർ ആഡ് ചെയ്യും. ഇത് നമ്മുടെ അടുത്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം നട്ട്സ് പൗഡർ.
അല്ലാന്നുണ്ടെങ്കിൽ ഇത് ഉണ്ടാക്കുന്ന വീഡിയോയും ഞാൻ ചെയ്തിട്ടുണ്ട്, അത് കാണാം. അപ്പോൾ നട്ട്സ് പൗഡർ കുട്ടികളുടെ ഫുഡിൻ്റെ എന്താ പറയുക, ഓരോ സ്പൂണിലുള്ള ന്യൂട്രീഷണൽ വാല്യൂ കൂട്ടാൻ പറ്റുന്ന ഏറ്റവും നല്ലൊരു വേ ആണ് നട്ട്സ് പൗഡർ എന്നുള്ളത്. ഓൾറെഡി നമ്മുടെ ഈ ന്യൂട്രിമിക്സിൽ 13 ഇൻഗ്രീഡിയൻസ് ഉണ്ട്. അപ്പോൾ അതും അത്യാവശ്യം നല്ല ന്യൂട്രീഷൻ ഉണ്ട്. അപ്പം ചില കുട്ടികൾക്ക് വളരെ കുറച്ച് മതിയാവും. അപ്പോൾ കുട്ടികൾ കഴിക്കുന്ന ആ ഒരു അളവിൽ ഉണ്ടാക്കിയാൽ മതി. നല്ല ഫില്ലിംഗ് ആയിരിക്കും ഇത്, കാരണം ഇത്രയും സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കുന്നതുകൊണ്ട് നല്ല ഫില്ലിങ്ങും ആയിരിക്കും. ഇതിങ്ങനെ നമ്മളിത് ഇളക്കിക്കൊണ്ടേ ഇരിക്കണം. ഇതിപ്പം ഈ ഒരു കൺസിസ്റ്റൻസി ആയി. ഇത് ഞാനിനി ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവാണ്. നിങ്ങൾക്ക് എങ്ങനത്തെ കൺസിസ്റ്റൻസി, കുറച്ചും കൂടെ റണ്ണി ആയിട്ടാണെങ്കിൽ അങ്ങനെ നിർത്താം, അല്ല കുറച്ചും കൂടെ കട്ടിയാവണം എന്നുണ്ടെങ്കിൽ അങ്ങനെ നിർത്താം. ഇതിനിപ്പം ഒന്ന് കൂൾ ഡൗൺ ചെയ്യുമ്പം ഇതൊന്നും കൂടെ ഒന്ന് തിക്കൻ ചെയ്യും. അപ്പം ഞാൻ എന്തായാലും ഈ കൺസിസ്റ്റൻസിയിൽ ഫ്ലെയിം ഓഫ് ചെയ്യാണ്. അപ്പോൾ ഈ നമ്മളിപ്പോൾ ഈ ഒരു 1.5 ടേബിൾ സ്പൂൺ ന്യൂട്രിമിക്സ് ആണ് ഞാൻ എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട്. അപ്പം നിങ്ങളുടെ ചില ബേബീസ് ഇത്ര കഴിക്കില്ലെങ്കിൽ ഇത്ര എടുക്കേണ്ട ആവശ്യമില്ല, 1 ടേബിൾ സ്പൂണൊക്കെ മതി. അപ്പം ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊന്ന് തണുത്തിട്ട് നമുക്ക് സെർവിങ് ബൗളിലേക്ക് സെർവ് ചെയ്തിട്ട് ജയ്ക്ക് കൊടുക്കാം. അപ്പം നമുക്കിനി ഇതൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റാം. Strawberries എന്താ? അപ്പൊ നമ്മള് സ്ട്രോബെറി വെച്ചിട്ടുണ്ടാക്കിയ ന്യൂട്രിമിക്സ് റെഡി ആയിട്ടുണ്ട്. ഇതെന്താ ചെയ്യോ? സ്ട്രോബെറി വെച്ചിട്ട് നമ്മൾ എന്താ ഉണ്ടാക്കിയേ? അപ്പം ഈ റെസിപ്പി എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടാവും, ഉറപ്പാണ് ഇഷ്ടാവും എന്നുള്ളത്. കാരണം ഇത് ഞാൻ തന്നെ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു റെസിപ്പിയാണ്. ഇത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ന്യൂട്രിമിക്സിൽ അല്ലാതെ സ്പ്രൗട്ടഡ് റാഗി പൗഡർ ഉപയോഗിച്ചിട്ടും ഈ സെയിം റെസിപ്പി ട്രൈ ചെയ്യാം. പിന്നെ ഈത്തപ്പഴത്തിന് പകരം നിങ്ങൾക്ക് എന്ത് സ്വീറ്റ്നറും ആക്ച്വലി ഉപയോഗിക്കാം. ഞാൻ ഐ ഡോണ്ട് പ്രിഫർ ആഡിങ് സ്വീറ്റ്നേഴ്സ്. 2 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് സ്വീറ്റ്നേഴ്സ് ഐ ഡോണ്ട് റെക്കമെൻഡ്. അതുകൊണ്ടാണ് ഞാൻ ഡേറ്റ്സ് ഉപയോഗിക്കുന്നത്. ഇനി അല്ല നിങ്ങൾ വേറെ എന്താണ് ഉപയോഗിക്കാറെന്ന് വെച്ചാൽ അതൊക്കെ ആഡ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. അപ്പം ഇതായിരുന്നു ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനി ഇങ്ങനത്തെ കൂടുതൽ റെസിപ്പീസ് കാണാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ ഡു കമന്റ് ബിലോ. ഐ വിൽ ട്രൈ മേക്കിംഗ് മോർ റെസിപ്പി വീഡിയോസ്. അപ്പൊ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. വിൽ സീ യു ഇൻ നെക്സ്റ്റ് വീഡിയോ. ബൈ ബൈ. അയ്യോ ബൈ ബൈ വരാം. മമ്മപപ്പാസൈ വരാം. ഉറക്കെ പറ. മമ്മ പപ്പ ഒന്നും കൂടി. ബൈ.